എൻ്റെ പേര് പത്മാവതി MP. ഞാൻ ഇടവെട്ടി പഞ്ചായത്തിലെ സെൻറ്റർ നമ്പർ 74 ഇടവെട്ടി ഡിപ്പോ അംഗൻവാടിയിലെ വർക്കറാണ്. 1994 ആഗസ്റ്റ് 23-ാം തീയതിയാണ് ജോലി പ്രവേശിച്ചത്. പത്മാവതി ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 31 വർഷമാകുന്നു. ഇനി എങ്ങനെ എത്ര നാൾ ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യത്തിന് മുന്നിൽ ഇവർ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ്. മാസം ലഭിക്കുന്നത് 12,500 രൂപയാണ്. കുട്ടികളുടെ ഭക്ഷണം, അംഗൻവാടിയുടെ വൈദ്യുതി, വെള്ള ചിലവുകൾ എല്ലാം ഈ തുകയിൽ നിന്ന് കണ്ടെത്തണം. കുറഞ്ഞത് 6 മാസം കഴിഞ്ഞാലേ ഈ പണം മടക്കി ലഭിക്കൂ. സൂര്യന് കീഴേ ഉള്ള എല്ലാ ജോലികളും ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുക. നമുക്ക് അറിയാം, പിന്നെ ബൂത്ത് ലെവൽ ഓഫീസർമാരായിട്ടും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ജോലികൾ, അതുപോലെ തന്നെ ഹെൽത്തുകാരെ ഏൽപ്പിക്കുന്ന ജോലികൾ, ബ്ലോക്കിൻ്റെ വികസന സെമിനാർ, ബ്ലോക്കിലെ വർക്കിംഗ് ഗ്രൂപ്പ്, അതിലെല്ലാം ഞങ്ങൾ പങ്കെടുക്കണം. അതുപോലെ റിപ്പോർട്ട് കൊടുക്കണം, സർവേ എടുക്കണം. ലഭിക്കുന്ന ആനുകൂല്യത്തെക്കുറിച്ച് പറയാൻ ഒന്നുമില്ല. പലതും പ്രഖ്യാപിച്ചു, പക്ഷേ കയ്യിൽ കിട്ടുന്നില്ല. എന്നാൽ 12 മണിക്കൂറും എടുത്താൽ തീരാത്ത ചുമതലകളാണ്. ജീവിതം നമുക്ക് എങ്ങനെ കാണാനും പറ്റും, കേൾക്കാനും പറ്റുമോ? റേഡിയോ കൂടെയോ കേൾക്കാനും പറ്റുള്ളൂ അല്ലേ? പത്രത്തിൽ കൂടിയോ വായിച്ചറിയാൻ പറ്റുള്ളൂ അല്ലേ? ഫോണിൽ കൂടിയോ? നമ്മൾ പറഞ്ഞില്ലേ ഇന്ന ഫോണിൽ കൂടിയോ കാണാനും പറ്റും, നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരു 250 രൂപ തരും. പോഷൻ ട്രാക്കർ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ അത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. അതുകൂടാതെ ഞങ്ങൾക്ക് 250 രൂപ 350 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചായിരുന്നു. TA 2-3 വർഷമായിട്ട് കിട്ടണില്ല. അത് ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് തരണം. പിന്നെ ഞങ്ങൾക്കൊരു ESI ആനുകൂല്യമില്ല. നമ്മൾ 2023 മുതൽ ഈ പെൻഷൻ പറ്റിയവർക്ക് നമ്മൾ ക്ഷേമനിധി വിഹിതം ഉണ്ടായിരുന്നു. അതടച്ച പൈസ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല. പെൻഷൻ എന്ന് പറഞ്ഞാൽ തുച്ഛമായ പെൻഷനാണ് കൊടുക്കണമെങ്കിലും അതും പെൻഡിങ്ങാണ്. ഇപ്പം ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 21,000 രൂപയെങ്കിലും ശമ്പളം നിശ്ചയിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾക്കായി താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന തങ്ങളെ ഇരു സർക്കാരുകളും ഒന്ന് പരിഗണിക്കണം. ഫോണിന്റെ ഒരു പാട്ട് പഠിക്കാട്ടോ. ടെലിഫോണിലുള്ളിലുണ്ടൊരു കൂട്ടുകാരി, കളിക്കൂട്ടുകാരി. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.